2025 മഹാകുംഭമേളയ്ക്കിടെ പ്രയാഗ്രാജിലെ ഗംഗാതീരത്ത് രുദ്രമാലകൾ വിറ്റുനടന്ന ഒരു പെൺകുട്ടി പെട്ടെന്നായിരുന്നു വൈറലായത്. അവളെ ഇന്ത്യയുടെ മൊണാലിസ എന്ന് സോഷ്യൽ മീഡിയ വിളിച്ചു. മാലകൾ വിറ്റുനടന്നിരുന്ന ആ പെൺകുട്ടി പിന്നീട് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ വരെ ഒരുങ്ങുകയാണ്. സിനിമാ കഥ പോലെ ഒരു ജീവിതമാണ് സോഷ്യൽ മീഡിയ ഈ പെൺകുട്ടിക്ക് നൽകിയത്. എന്നാൽ ആ സിനിമാ കഥയെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഗംഗാതീരത്തെ രുദ്രാക്ഷം വിൽപ്പനക്കാരിയിൽ നിന്നും വെള്ളിത്തിരയിലേക്കുള്ള നായികയിലേക്കുള്ള ചുവടുവെപ്പിൽ തന്റെ പ്രണയത്തിന് വേണ്ടി കുടുംബത്തോട് പോരാടുന്ന മൊണാലിസയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. തന്റെ പ്രണയത്തിന് സംരക്ഷണം തേടി കാമുകൻ ഫർമാൻ ഖാനൊപ്പമാണ് മൊണാലിസ കേരളത്തിലെത്തിയത്. മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചതോടെയാണ് സുരക്ഷിതമായ ഇടം തേടി ഇരുവരും കേരളത്തിലെത്തുന്നത്. ഉത്തരേന്ത്യയിൽ തങ്ങളുടെ ബന്ധത്തിന് വലിയ അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് കേരളം തെരഞ്ഞെടുത്തത്. ഇതായിരുന്നു മൊണാലിസയുടെ പ്രതികരണം. ഓർക്കപ്പുറത്ത് വീണ് കിട്ടിയ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നപ്പോൾ അത് പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ജീവിത നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്തിയ ശേഷമായിരുന്നു മൊണാലിസയുടെ ഈ തീരുമാനമെങ്കിൽ ഒപ്പം നിന്ന് കൈയടിക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ദി റിയൽ കേരള സ്റ്റോറി എന്നും എന്റെ കേരളം ആഹാ എത്ര സുന്ദരമെന്നും ഒക്കെ പുളകം കൊള്ളുമ്പോൾ ഒരു ഫാസിസവും കേരളത്തിന്റെ പടി കടക്കില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം കാണുമ്പോൾ സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്ന തോന്നലിലാണ് കേരളത്തിലെ പല മലയാളികളും ഇപ്പോഴുള്ളത്.